നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഇല്ലാതിരുന്ന ഒരു കലാരൂപമുണ്ട്, SFIക്കാരുടെ സമരം. ഇതാ ആരംഭിച്ചിരിക്കുകയാണ്. ഭരണമാറ്റത്തിന് പിന്നാലെ പോലീസിനെതിരെ SFI സംസ്ഥാന സെക്രട്ടറി പോലീസുകാർക്ക് ഇടത് സർക്കാർ തന്ന സംരക്ഷണം ഇല്ലാതെയാണ് എന്നാണ് PS സജീവന്റെ മുന്നറിയിപ്പ്. ഞങ്ങൾ തല്ലില്ല, പക്ഷേ ഞങ്ങളെ തല്ലിയാൽ തിരിച്ചു തല്ലും. വലത് പക്ഷത്തിന്റെ ബലത്തിൽ മൂന്നാം മുറ എടുത്താൽ തിരിച്ചടിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു SFI സംസ്ഥാന സെക്രട്ടറി. എന്തായാലും പോലീസിനെയാണ്, അതായത് ക്രമസമാധാന ചുമതലയുള്ള ക്രമസമാധാനം തകരാതിരിക്കാൻ നോക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇങ്ങോട്ടടിച്ച് മൂന്നാം മുറ, വലതുപക്ഷത്തിന്റെ മൂന്നാം മുറ എടുക്കാൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ അടിക്കും എന്നാണ് പറയുന്നത്. മെയ് 4 അതായത് തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ദിവസം കേക്ക് മുറിച്ച് കഴിച്ചവരോടാണ് ഇത് പറയുന്നത് എന്നുള്ള ഒരു താക്കീത് കൂടിയാണ്. നീറ്റ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ ബന്ധപ്പെട്ട വകുപ്പിനോട് വിശദീകരണം ചോദിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ കൂട്ടിലടച്ചിട്ട തത്തയാണ് CBI. ആ CBI അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തു വരുമോ എന്നും സജീവ് ചോദിക്കുകയാണ്. ക്രമക്കേട് നടന്നില്ല എന്ന റിപ്പോർട്ട് ആകും CBI സമർപ്പിക്കുക. കേന്ദ്ര സർക്കാരിന്റെ താൽപര്യങ്ങൾക്ക് വിദ്യാർത്ഥികളെ വിധേയമാക്കരുത്. 23 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയെ ഇല്ലാതാക്കുന്നതാണ് ഈ നിലപാട്. നീറ്റ് UG പരീക്ഷ കാര്യക്ഷമമായി നടത്താൻ സാധിക്കാത്ത നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്നും SFI സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു. സ്വകാര്യ ഏജൻസിയാണ് സുപ്രധാനമായ പരീക്ഷ നടത്തുന്നത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഏജൻസി മാഫിയ പണിയെടുക്കുന്നു. എങ്ങനെയാണ് എല്ലാ തവണയും ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോരുന്നത്? ഓരോ തവണയും വിദ്യാർത്ഥികൾ ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്നും SFI സംസ്ഥാന സെക്രട്ടറി ചോദിച്ചു. സംഘർഷഭരിതമായിരുന്നു SFIയുടെ പ്രതിഷേധം. കൊല്ലത്തടക്കം വിവിധ ജില്ലകളിൽ SFI പ്രതിഷേധം സംഘർഷഭരിതമായിരുന്നു. പലയിടത്തും പ്രവർത്തകരും പോലീസും മുഖാമുഖം വാക്കുതർക്കമുണ്ടായി. കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ചിന് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി. ലാത്തിചാർജിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം, പാലക്കാട്, കോട്ടയം, കണ്ണൂർ ജില്ലകളിലും നീറ്റ് ക്രമക്കേടിനെതിരായ SFI പ്രതിഷേധം അതിശക്തമായിരുന്നു.